അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരാളെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാരാണെന്ന് നമുക്ക് നോക്കാം. അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, ഇത് രണ്ടുണ്ടെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയിലേക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ അതിന് ശേഷം ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ചേർത്ത് നല്ല രീതിക്ക് നമ്മൾ ഇളക്കി നല്ല രീതിക്ക് ഇങ്ങനെ കുറച്ച് ഏകദേശം ഒരു രീതിയിൽ ആക്കിയെടുക്കുക. മാവ് കുഴച്ച് ഉരുട്ടി പരത്തി ഇതുപോലെ ആക്കിയെടുക്കുക. ഇതാണ് വട്ടത്താമരയില. ഈ വട്ടത്താമരയില കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ നമ്മളിവിടെ എന്താണ് ഉണ്ടാക്കുന്നത്. അതേ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഇലയുടെയാണ്. അപ്പോൾ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുത്താൽ മാത്രം മതി. ഇലയുടെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇലയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ തവണ ഓരോന്നാണ് ചേർക്കുന്നത്. അതായത് ചിലപ്പോൾ ചക്ക ചേർക്കും, ചിലപ്പോൾ കരിക്ക് ചേർക്കും, ചിലപ്പോൾ നമ്മൾ ഈ ഒരു അവൽ ചേർക്കും. കരിക്ക് വെച്ചിട്ടുള്ളത് ഞാൻ മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഒന്ന് അവൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും അതിന് നമ്മൾ നല്ല രീതിക്ക് വേവിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇന്നത്തെ ഡിന്നറായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ ആ ഒരു ശർക്കരയുടെ ആ ഒരു എന്താ പറയുക, കൊച്ചുനാളിലൊക്കെ ഞാൻ പറയുന്നത് തേൻ ഒഴുകി വരുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ എന്താ പറയുക ജ്യൂസി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.